ഒരു കഷ്ണം പഞ്ഞി എടുക്കാനുണ്ടെങ്കിൽ എത്ര വലിയ വീടാണെങ്കിലും നമുക്ക് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. പഞ്ഞി ഉപയോഗിച്ച് നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതും അറിഞ്ഞിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചേർത്തിരിക്കുന്നത്. സോപ്പോ വെള്ളമോ അല്ലെങ്കിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലുകളോ ഒന്നുമില്ലാതെ നിമിഷ നേരം കൊണ്ട് എങ്ങനെ വീട് ക്ലീൻ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ആദ്യം നമ്മൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ പഞ്ഞി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വീടെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനിടത്തെ ഒരു പീസ് പഞ്ഞി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1-2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുമല്ലോ. ഞാനിപ്പം തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തിടുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസത്തേക്ക് പിന്നെ നമുക്ക് വീടേ ക്ലീൻ ചെയ്യേണ്ട വരത്തില്ല. പഞ്ഞി ഉപയോഗിച്ചിട്ടുള്ള ആദ്യത്തെ ടിപ്പ്, നമ്മൾ ഇതുപോലെ സവാളയൊക്കെ കട്ട് ചെയ്യുമ്പം കണ്ണിൽ നിന്ന് വെള്ളം വരാറുണ്ടല്ലേ, ഭയങ്കര ഒരു ടാസ്ക്കാണ് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വന്നിട്ട് ഒരുപാട് സവാളയൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് സവാള കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിംഗ് ബോർഡിൻ്റെ അരികിൽ ഒരു കോട്ടണിൽ കുറച്ച് വിനാഗിരി മുക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. ഒരു തുള്ളി കണ്ണുനീര് പോലും വരില്ല. എത്ര കിലോ ഉള്ളി വേണമെങ്കിലും നമുക്ക് ചറപറാന്ന് കട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ടിപ്പ്, നമ്മൾ സ്ഥിരമായിട്ട് മുഖത്ത് വെക്കുന്ന കണ്ണാടിയിലൊക്കെ ചെറിയ പോറൽ വരിക, അതുപോലെ തന്നെ നമ്മുടെ ആ മൂക്കിൻ്റെ ഭാഗത്ത് വരുന്ന പാടിലൊക്കെ ചിലപ്പം തുരുമ്പ് കാണും, അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ചെറിയ പീസ് കോട്ടൺ എടുത്തിട്ട് വിനാഗിരിയിലൊന്ന് മുക്കിയിട്ടൊന്ന് തുടച്ച് നോക്കൂ. നമ്മുടെ ആ കണ്ണാടിയിലുള്ള പോറലും മങ്ങലും ഒക്കെ നമുക്ക് നല്ല പോലെ ക്ലിയർ ആക്കി എടുക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിമിലുള്ള തുരുമ്പ് അല്ലെങ്കിൽ കളർ ചേഞ്ച് ഒക്കെ മാറാനായിട്ടും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ. സ്ഥിരമായിട്ട് കണ്ണാടി ഉപയോഗിക്കുന്നവർക്കറിയാം വിയർപ്പൊക്കെ വന്നിട്ട് ആ ഒരു ഫ്രെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഈ ഒരു കോട്ടൺ നമുക്ക് വീണ്ടും വേറെ റീയൂസ് ചെയ്യാനൊക്കെ പറ്റും. നമ്മൾ തുണിയൊക്കെ വെച്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ ചെറിയൊരു പീസ് കോട്ടൺ വെച്ച് ചെയ്യുമ്പോൾ. അടുത്ത ടിപ്പാണ്, നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോട്ട് ബോക്സുകളൊക്കെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കുമല്ലോ നമ്മൾ ഡെയിലി ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം ചില സമയത്ത് തുറക്കുമ്പോൾ വല്ലാത്തൊരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അത് മാറാനായിട്ട് നമ്മുടെ ആ ഒരു ഹോട്ട് ബോക്സ് നല്ലതുപോലെ കഴുകി തുടച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ ഒരു കുഞ്ഞു കോട്ടൻ്റെ പീസ് ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് വിനാഗിരി ഒഴിച്ച് അടച്ച് വെച്ച് നോക്കും. അടുത്ത പ്രാവശ്യം എടുക്കുമ്പോൾ ഇതിനുള്ളിൽ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല കേട്ടോ. ഞാൻ നാട്ടിലേക്ക് ഒരാഴ്ചത്തെ അവധിക്കൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലെ വിനാഗിരി കുറച്ച് കോട്ടണിൽ മുക്കി ഹോട്ട് ബോക്സിനുള്ളിൽ വെച്ച് അടച്ച് വെച്ചിട്ടായിരിക്കും കേട്ടോ പോകുന്നത്. അപ്പോൾ തിരിച്ച് വന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒട്ടും തന്നെ സ്മെല്ലുണ്ടാവില്ല. ഇപ്പോൾ ഇത് മോള് സ്ഥിരമായിട്ട് സ്കൂളിൽ ജ്യൂസ് കൊണ്ടുപോകുന്ന ബോട്ടിലാണ് കേട്ടോ. അതിൽ ഞാൻ ഇതുപോലെ വിനാഗിരിയിൽ മുക്കിയ ഒരു കോട്ടൺ ഇട്ടിട്ട് അടച്ച് വെക്കുന്നുണ്ട്. ഇതേ ടിപ്പ് തന്നെ നമ്മൾ ഉപയോഗിക്കാണ്ട് വെച്ചിരിക്കുന്ന ഫ്ലാസ്കിലൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ്. എത്ര കാലം കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാനും ഒട്ടും തന്നെ സ്മെല്ലില്ലാണ്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി കോട്ടൺ കൊണ്ടുള്ള അടുത്ത ടിപ്പ് നോക്കാം. ഇതുപോലെ നമ്മൾ നെയ്യ് വാങ്ങിക്കുന്ന കുപ്പികൾ അല്ലെങ്കിൽ പീനട്ടിൻ്റെ കുപ്പി, ജാമൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്ന കുപ്പി കഴുകിയെടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഒരുമാതിരി സ്റ്റിക്കി ആയിട്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച വെള്ളം ഒഴിക്കേണ്ട. ഇളം ചൂടുവെള്ളത്തിനോടൊപ്പം തന്നെ ഒരു ചെറിയ പീസ് കോട്ടനും ഒരു അടപ്പോളം വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ ആ കുപ്പിയൊന്ന് അടച്ചിട്ട് നിങ്ങളൊന്ന് കുലുക്കി നോക്കൂ. ക്ലീൻ ആയിട്ട് കിട്ടും. നമുക്ക് വേറെ സോപ്പോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒന്നും ഉപയോഗിച്ചിട്ട് കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. സ്ഥിരമായിട്ട് നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു വെക്കുന്ന കുപ്പികളും നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പം നല്ലതുപോലെ ഷേക്ക് ചെയ്തതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം എത്രത്തോളം ക്ലീൻ ആയെന്ന്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കണ്ടില്ലേ, ആ ഒരു അരികിലൊക്കെ പറ്റി പിടിച്ചിരുന്ന ആ നെയ്യൊക്കെ നല്ലതുപോലെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് കളഞ്ഞിട്ട് കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ലപോലെ തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും. കണ്ടില്ലേ, സോപ്പോ ഡിഷ് വാഷോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ഒരുപാട് വെള്ളം ഒന്നും ഉപയോഗിച്ചില്ല കേട്ടോ. ആ ഒരു കുറച്ച് വെള്ളത്തിലാണ് ഇതുപോലെ നമ്മൾ ക്ലീൻ ആക്കി എടുത്തിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ മൈക്രോ ഓവൻ അല്ലെങ്കിൽ എയർ ഫ്രയർ ഒക്കെ ചിലപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സ്മെല്ല് വരാറുണ്ട്. പ്രത്യേകിച്ച് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നവർക്ക് അതറിയാം. അപ്പോൾ അത് മാറാനായിട്ട് ഇതുപോലെ ഒരു ബൗളിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി നോക്കൂ. എത്ര സ്മെല്ലുള്ള OTG അല്ലെങ്കിൽ മൈക്രോ ഓവനൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ആ സ്മെല്ല് മാറിക്കിട്ടും കേട്ടോ. ഇതുപോലെ ചൂടാക്കി എടുത്തതിന് ശേഷം ഒരു ചെറിയ പീസ് കോട്ടൺ കൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ല പളപളാന്നിരിക്കും. ഇനി നമ്മളിത് ഇതുപോലൊരു ചെറിയ ബൗളിലേക്ക് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലൊരു പീസ് കോട്ടനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിനുള്ളിലുള്ള ബാഡ് സ്മെല്ല് പെട്ടെന്ന് പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണങ്ങളൊന്നും പെട്ടെന്ന് ചീത്തയാവത്തില്ല കേട്ടോ. വീഡിയോയിൽ കാണിക്കുന്ന ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. അടുത്ത ടിപ്പ്, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ കൂടുതലും ഈ ഒരു ടിപ്പ് ഉപകാരപ്രദമാകുന്നത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവരായിരിക്കും. 1-2 ദിവസമൊക്കെ നമ്മുടെ വേസ്റ്റ് എടുക്കുന്നവർ വന്നില്ല എന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു സ്മെല്ല് അല്ലെങ്കിൽ ചെറിയ പ്രാണികളൊക്കെ വരാൻ, കുരുട്ടീച്ചയൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ നമ്മുടെ ഡസ്റ്റ്ബിന്നിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പൂപ്പലൊക്കെ വന്നിട്ടുള്ള ബ്രെഡ് ഉണ്ടല്ലോ, ആ ബ്രെഡ് ഒന്ന് നിരത്തി വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ 1-2 ദിവസം നമ്മുടെ വേസ്റ്റ് എടുക്കാൻ ആൾ വന്നില്ലെങ്കിലും ഒട്ടും തന്നെ സ്മെല്ലോ പ്രാണിയോ ഈ
ഈച്ചയോ ഒന്നും വരത്തില്ല. ഇപ്പം നമ്മുടെ കയ്യിൽ ബ്രെഡ് ഇല്ല, ഇപ്പം ഞാൻ പഴയ ബ്രെഡ് പൂത്ത് തുടങ്ങിയതായതുകൊണ്ടാണ് ഇതിലേക്ക് വെച്ച് കൊടുത്തത്. ബ്രെഡിന് പകരമായിട്ട് നമുക്ക് ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ ഒക്കെ അത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലേക്ക് ഗാർബേജ് ബാഗ് വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. തീർച്ചയായും ഈ ഒരു ടിപ്പ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് ഉപകാരപ്രദമാവും. കോട്ടൺ വെച്ചിട്ട് നമുക്ക് ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റുന്ന കുറേ ടിപ്പുകൾ നമ്മൾ കണ്ട്. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കാതെ നമ്മുടെ വീട് കോട്ടൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ബൗളിലേക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്. ഇതിനെടുക്കുന്ന വിനാഗിരി നമ്മൾ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്യാതെ വേണം എടുക്കാൻ വേണ്ടി. ഇനി ഒരു പീസ് കോട്ടൺ എടുത്തിട്ടുണ്ട്. ഈ ഒരു വിനാഗിരിയിലേക്ക് മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ ബാത്റൂമിലെ അല്ലെങ്കിൽ കിച്ചണിലെയൊക്കെ സ്റ്റീലിൻ്റെ പൈപ്പുകൾ തുരുമ്പ് വന്നിട്ട് തുരുമ്പിൻ്റെ കറ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വെള്ളം വീണിട്ട് വെള്ളത്തിൻ്റെ ആ ഒരു വൈറ്റ് കളറുള്ള പാടുകൾ ഒക്കെ ഉള്ളത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു നമ്മൾ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. മാസത്തിൽ ഒരു പ്രാവശ്യം ഡീപ്പ് ക്ലീനൊക്കെ പോകുന്ന സമയത്ത് മാത്രം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി. ഇവിടെ ചെന്നൈയിലൊക്കെ വെള്ളം വളരെ പന്നലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടാപ്പിൽ ഇതുപോലെയുള്ള വെള്ളത്തിൻ്റെ പാടുകളൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെ തുരുമ്പും വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മാസം അല്ലെങ്കിൽ 2 മാസമൊക്കെ കൂടുമ്പോൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇതേ കണ്ടില്ലേ, ആദ്യം നമ്മൾ ടാപ്പ് കണ്ടപ്പോൾ ഒരുപാട് കറകളുണ്ടായിരുന്നു. ഇപ്പം നല്ല പോലെ തന്നെ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ സൈഡിലുള്ള സ്റ്റീലിൻ്റെ റോഡ്സുകളിലൊക്കെ തുരുമ്പോ അല്ലെങ്കിൽ അഴുക്കോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കുറച്ച് കോട്ടൺ എടുത്തിട്ട് ഒരു വിനാഗിരിയിൽ മുക്കിയിട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. നല്ല പളാന്ന് തന്നെ തിളങ്ങി കിട്ടും. ഒരു തുള്ളി പോലും വെള്ളം ഉപയോഗിക്കാതെ ബ്രഷോ അല്ലെങ്കിൽ സ്ക്രബ്ബറോ ഒക്കെ ഉപയോഗിച്ച് തേച്ചൊരച്ചൊന്നും അല്ല കേട്ടോ. നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തേക്കുന്നത്. അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ കുറച്ച് വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് 1-2 പീസ് നമ്മൾ കർപ്പൂരമാണ് കേട്ടോ പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നത്. നല്ലതുപോലെ പൊടിച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊരു സ്പ്രേ ബോർഡിലേക്ക് ആക്കി കൊടുക്കണം. ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നമ്മളെ ഈ ഒരു തണുപ്പ് സമയത്ത് വീടിനുള്ളിൽ മാറാല വരാതിരിക്കാനും നമ്മുടെ വീട് നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കാനും ഒക്കെ. തണുപ്പായി കഴിഞ്ഞാൽ വീടിനുള്ളിലും പുറത്തുമൊക്കെ എവിടെ നോക്കിയാലും മാറാലയായിരിക്കും. നമ്മൾ ഡെയിലി ക്ലീൻ ചെയ്താൽ പോലും അടുത്ത ദിവസം നോക്കുമ്പോഴേക്കും വീണ്ടും മാറാല വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്തിടുകയാണെങ്കിൽ പിന്നെ ഒരു 6 മാസത്തേക്ക് നിങ്ങൾക്ക് മാറാല അടിക്കേണ്ടതായിട്ടേ വരത്തില്ല. അപ്പോൾ നമ്മൾ റെഡിയാക്കിയെടുത്ത ക്ലീനിങ് സൊല്യൂഷൻ ഒരു സ്പ്രേ ബോർഡിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് വീട് ക്ലീൻ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഇതുപോലെ നമ്മൾ ഒരു വൈപ്പറാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഇനി ഈ വൈപ്പറിൻ്റെ അറ്റത്ത് സാനിറ്ററി പാഡ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് കോട്ടൻ്റെ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കോട്ടണി സാനിറ്ററി പാഡെന്നും പറഞ്ഞ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. സാനിറ്ററി പാഡ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ അഴുക്കൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ. ഇത് പ്രത്യേകിച്ച് നമ്മൾ കോട്ടൻ്റെ ആയതുകൊണ്ട് തന്നെ അഴുക്കൊക്കെ വളരെ ഈസി ആയിട്ട് അബ്സോർവ് ചെയ്യുകയും ക്ലീനായി കിട്ടുകയും നല്ല കണ്ണാടി പോലെ ക്ലീനായിട്ട് കിട്ടും കേട്ടോ. ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയൊരു ടിപ്പാണിത്. ഇപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ 1-2 പാഡ് നമ്മുടെ ആ ഒരു വൈപ്പറിൻ്റെ അറ്റത്ത് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ ഇതിലേക്ക് നല്ല പോലെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും നല്ലതുപോലെ നനഞ്ഞ് കിട്ടത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാവുന്നതാണ്. വിനാഗിരിയും കർപ്പൂരവും ആയതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് ആ ഒരു സൈഡിൽ മാറാലേ വരത്തില്ല. ഇപ്പം നമ്മുടെ ക്ലീൻ ചെയ്യാനുള്ള ടൂള് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കൈ എത്താത്ത ഭാഗങ്ങളിലൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഒരു വൈപ്പർ ഉപയോഗിച്ചിട്ട് ആദ്യം ഞാൻ ചുമരിൻ്റെയൊക്കെ സൈഡിൽ ആ കോർണറിലൊക്കെയാണല്ലോ പൊതുവേ നമുക്ക് മാറാലകൾ വരുന്ന ആ ഒരു ഭാഗമാണ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. ഒരു പ്രാവശ്യം ഒന്ന് തുടച്ചാൽ മതി കേട്ടോ. പിന്നെ കുറേ കാലത്തേക്ക് ആ ഒരു സൈഡിൽ മാറാലയെ വരില്ല. ഇതുപോലെ തന്നെ നമുക്ക് കൈ എത്തി തുടയ്ക്കാൻ പറ്റാത്ത റൂഫുകൾ അല്ലെങ്കിൽ നമ്മുടെ കബോർഡ്സിൻ്റെയൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് കൈ എത്തി തുടയ്ക്കാൻ പറ്റാത്ത ഗ്ലാസിൻ്റെയൊക്കെ വിൻഡോകൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് തുടച്ചെടുക്കാൻ പറ്റും. നമ്മളിതിലേക്ക് കോട്ടൻ്റെ പാഡ് ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ വെളിയിലുള്ള ഗ്ലാസ് ആണ് തുടയ്ക്കുന്നത്. പൊടിയും മാറാലയും ഒക്കെ നമ്മൾ ഒരുപാട് അടിച്ച് അല്ലെങ്കിൽ വാക്വമൊക്കെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ കൈ എത്തി തുടയ്ക്കാൻ പറ്റാത്ത വാൾ ടൈലുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി തണുപ്പ് കാലമായാൽ അടുത്ത വലിയൊരു പ്രശ്നമാണ് നമ്മുടെ തടി കൊണ്ടുള്ള ഫർണിച്ചറുകൾ അല്ലെങ്കിൽ വാതിലിലൊക്കെ പൂപ്പൽ വരുന്നത്. അതിനായിട്ട് ഇതുപോലൊരു പാനിലേക്ക് കുറച്ച് വാസലിനിട്ട് നല്ലപോലെ ചൂടാക്കി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നല്ലപോലെ മെൽറ്റായി വന്ന വാസലിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ട് ചെറിയ ചൂടോടുകൂടി തന്നെ ഒരു കോട്ടൺ ഇതിലേക്ക് മുക്കിയിട്ട് നിങ്ങളുടെ പൂപ്പൽ വരുന്ന വാതിൽ ജനലുകളൊക്കെ തുടച്ച് നോക്കും. നമ്മൾ വാർണിഷ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു തിളക്കം
ഉണ്ടല്ലോ, പോളിഷ് ചെയ്തെടുക്കുന്ന ആ ഒരു വുഡൻ ഫർണിച്ചറിനൊക്കെ ആ ഒരു തിളക്കം തന്നെ കിട്ടും കേട്ടോ, നമ്മുടെ വാതിലിനും ജനലിനും അതുപോലെ തന്നെ ഏത് ഫർണിച്ചർ ഐറ്റംസിനാണെങ്കിലും. ഇപ്പം ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് വാതിലാണ് കേട്ടോ തുടയ്ക്കുന്നത്. തുടയ്ക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, തുടച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെ ഞാൻ കാണിച്ചു തരാം. ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ ഡൈനിങ് ടേബിൾ, തടി കൊണ്ടുള്ള ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ ആ ഒരു പോളിഷ് ചെയ്തെടുക്കുന്ന ആ ഒരു തിളക്കത്തോട് തന്നെ, അല്ലെങ്കിൽ പുതുതായിട്ട് വാങ്ങുമ്പോൾ ഉള്ളൊരു തിളക്കത്തോട് തന്നെ കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ ഡൈനിങ് ടേബിൾ തുടച്ചതിന് ശേഷമുള്ള തിളക്കം. നമ്മൾ പുതിയതായിട്ട് കടയിൽ നിന്ന് വാങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു വാർണിഷൊക്കെ ചെയ്യുമ്പം നമ്മുടെ ആ ഒരു വുഡൻ ഫർണിച്ചറിൽ എങ്ങനെയാണോ കിട്ടുന്നത് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. വാതിൽ തുടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ കാണിച്ചിരുന്നു, തുടച്ചതിന് ശേഷം ദേ നോക്കിക്കേ എത്ര തിളക്കമുണ്ടെന്നുള്ളത്. നല്ല ഭംഗിയായിട്ട് കേട്ടോ, നമുക്ക് 100% സാറ്റിസ്ഫൈഡ് ആവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോട്ടൺ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്പുകളൊക്കെയാണ് കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. മാത്രമല്ല ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അപ്പം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ക്രിയേറ്റേഴ്സിന് നല്ല നല്ല വീഡിയോസുകൾ ചെയ്യാനൊരു മോട്ടിവേഷൻ കിട്ടുകയുള്ളൂ. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. ബൈ.